ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആഗോലി വെച്ചിട്ട് ഒരു ഫിഷ് കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫിഷ് നല്ലോണം ഫിഷെല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി വേണം. അത് റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ചെറിയ ഉള്ളി വേണം, അതും റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സ്ലൈസിലുള്ള ഗ്രീൻ ചില്ലി വേണം, പച്ചമുളക്, അത് ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ജിഞ്ചർ, ഞാനിത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക്, വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി വേണം. ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അതും ഒരു 1/4 ടീസ്പൂൺ. കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പൊടികൾ നമുക്ക് വേണ്ടത്. ഇനി തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാം പാല് ഒരു 2 ഗ്ലാസ് ഞാൻ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് 3/4 ഗ്ലാസ് എടുത്ത് വെച്ച് നമ്മൾ ഒന്നാം പാലും എടുത്തിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടംപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിട്ട് നല്ലോണം ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 2 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. 3 മിനിറ്റ്സ് നല്ലോണം നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം തക്കാളി റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളിയെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ആഡ് ചെയ്യണം. എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ആഡ് ചെയ്ത് ഇതെല്ലാം നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ടും കൂടെ ആഡ് ചെയ്യണം. സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം നമുക്കിനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൊടംപുളിയുടെ കൊടംപുളിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. കൊടംപുളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുളി ആവശ്യത്തിനുള്ളത് നിങ്ങൾ ചേർക്കണം കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ആവോലി ഫിഷാണ് എടുത്തേക്കുന്നത്. കാരണം അതിലേക്ക് 3 ചെറിയ കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ടതാണ് ആഡ് ചെയ്തിരുന്നത്. ഇതൊരു 2 മിനിറ്റ് കുക്കായതിന് ശേഷം നമുക്ക് രണ്ടാം പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊടംപുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1 മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാം പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. തേങ്ങാപ്പാൽ രണ്ടാം പാല് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഫിഷൊക്കെ എടുത്തിടാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫിഷെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം രണ്ടാം പാലിലിരുന്ന്. അതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാല് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മുടെ മീനെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവോലി തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിലേക്ക് കിട്ടുന്നത്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു തേങ്ങാപ്പാൽ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യണം. ഈ ചൂടിൽ തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം.
ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.